ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. അരി കുതിർക്കാതെയും പുട്ടുപൊടി ഇല്ലാതെയും അതുപോലെ അരിപ്പൊടി പോലും വേണ്ട വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 250 ഗ്രാം അരിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണേൽ ബസ്മതി അരി എടുക്കാം, അതുപോലെ ജീരകശാല അരി എടുക്കാം, പിന്നെ പച്ചരിയാണേലും മതി കേട്ടോ. നല്ല ടേസ്റ്റിയുള്ള വേഗത്തിൽ നമുക്ക് ആവി കയറ്റിയിട്ടൊരു പുട്ടെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാവേ. അതിന് വേണ്ടിയിട്ട് ആദ്യം വെള്ളം ഒഴിച്ച് നമുക്ക് 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം. ഇതിനകത്തൊരു കറുത്ത അരി കിടക്കുന്നതുണ്ടോ? കറുത്തത് ഞാൻ കീടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്രാമ്പൂ പൊടിച്ചിട്ടിരിക്കുന്നതാണ് അരിക്കകത്ത്. ഇതിപ്പോൾ കഴുകി വൃത്തിയാക്കി 3-4 പ്രാവശ്യം നമ്മൾ എടുക്കണം. ഇത് കുതിർത്തിടുകയൊന്നും വേണ്ട കേട്ടോ. ഇനി നമ്മുടെ ഒരു പുട്ടുകുറ്റിയിലേക്ക് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. നമ്മൾ ഒട്ടും വെച്ചിട്ടില്ല, പെട്ടെന്ന് കഴുകി വാരി എടുത്തിരിക്കുന്നതേ ഉള്ളേ. ഇത് പുട്ടുകുറ്റി നിറച്ചിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ആവി കയറ്റി എടുക്കണം. ഒരു 5 മിനിറ്റ് ആവി കയറ്റി എടുത്തേച്ചാൽ മതി കേട്ടോ. അധികം സമയമൊന്നും വേണ്ട. ഞാൻ എടുത്തിരിക്കുന്ന ബസ്മതി അരിയാണ്. നിങ്ങൾക്ക് വേണേൽ പച്ചരി വേണേലും എടുക്കാം. പക്ഷേ ഈ അരി നമ്മൾ കുതിരാതെ എടുക്കുന്നത് കൊണ്ട് ഈ അരിയുടെ ഗുണങ്ങളെല്ലാം അതുപോലെ തന്നെ കിട്ടും. ബസ്മതി അരിയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ അരിക്ക്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തിരിക്കുന്നത്. ഇനി അതിൽ പച്ചരി ആണേലും മതി. ഇനി ഇതൊന്ന് 5 മിനിറ്റ് ആവി കയറ്റിയെടുക്കുക. അപ്പോഴത്തേക്ക് നമുക്കിത് പൊടിക്കാൻ പാകത്തിന് ആയി കിട്ടും. ഇപ്പം തന്നെ ആവി ചെറുതായിട്ട് വരാൻ തുടങ്ങി. ആവി വരുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടും നമുക്ക് പൊടിക്കാൻ പാകത്തിന്. ഈ പുട്ടുണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർക്ക് പോലും ഇതുപോലെ 10 മിനിറ്റ് കൊണ്ട് വേഗത്തിൽ പുട്ടുണ്ടാക്കിയെടുക്കാം. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പുട്ടിനെക്കാട്ടിയൊക്കെ ഒത്തിരി ടേസ്റ്റ് ഉണ്ട് ഇതിന് കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്ന അരിയുടെ ഇതുപോലെ ഇരിക്കും. ബസ്മതിയോ ജീരകശാലയൊക്കെ ആണെങ്കിൽ നല്ലതാണ് കേട്ടോ, ഒന്നുകൂടി രുചി കൂടും. ഇപ്പം കണ്ടോ നല്ലോണം ആവി വന്നിട്ടുണ്ട്. ഇനി ആവി വരില്ല എന്നൊന്നും ഓർക്കണ്ട, നല്ല ആവി വരും. 5 മിനിറ്റ് ആയതേ ഉള്ളൂ. ഞാൻ ഇനി എടുത്ത് ഇതൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാവേ. നന്നായിട്ട് ആറിയതിന് ശേഷം വേണം ഇത് പൊടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ മിക്സി തട്ടി നിൽക്കുവേ. കാരണം ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആവശ്യത്തിന് ആ പുട്ടിൻ്റെ തരിതരിപ്പോട് കൂടി തന്നെ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. ഇനി ഇതൊരു ഫോർക്ക് കൊണ്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്, കാരണം കുറച്ച് ടൈറ്റായിട്ട് നിൽക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണ പുട്ട് കുത്തുന്ന പോലെ കുത്തിയെടുത്തേച്ചാൽ മതി. ഇപ്പം ഏകദേശം അരിയൊക്കെ തന്നെ വന്ന് ഇനി ഒന്നുകൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് സ്റ്റീം ആകുന്ന സമയത്തുണ്ടല്ലോ കുറച്ച് ഇതാവും, ഒരു ചെറിയൊരു പശ പോലെ വരൂലേ അരിക്ക്, അങ്ങനെ വരുന്നതാ. അത് കുഴപ്പമില്ല, നമുക്ക് നാറി കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ആയി കിട്ടും. ഇനി ഇതിൻ്റെ ചില്ലൊന്നെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ, നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. അതിനുശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. പുട്ടുപൊടിയുടെ ഭാഗത്ത് പൊടിച്ചെടുത്തേച്ചാൽ മതി. നമുക്ക് വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുട്ടായത് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. നല്ല ടേസ്റ്റിയുവാ. അതുപോലെ ഏത് കറിയുടെ കൂടെ നമുക്കിത് കഴിക്കുകയും ചെയ്യാം. അരി അളന്നെടുക്കുന്ന സമയത്ത് 250 ml ഒരു മെഷറിംഗ് കപ്പിൽ എടുക്കുവാണെങ്കിൽ നമുക്ക് 4 പേരൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഒറ്റ കുറ്റി ആവി കയറുന്ന അരി മതി കേട്ടോ. എല്ലാവർക്കും കഴിക്കാനുള്ള പുട്ടുണ്ടാക്കി എടുക്കാം. ഇപ്പം നല്ലോണം അരി ആറിയിട്ടുണ്ട്. ഞാൻ എന്നിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ തരിതരായ പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കണം. നല്ല പൊടിച്ചെടുക്കരുത്. പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കത് നനച്ചെടുക്കാൻ പാടാകും. അതുമാത്രമല്ല ആവശ്യത്തിന് ഉപ്പും ഈ സമയത്ത് ഇട്ട് കൊടുക്കണേ. ഇനി കുറച്ച് വെള്ളം തെളിച്ച് നമുക്ക് നല്ലോണം ഒന്ന് നനച്ചെടുക്കാം. അധികം വെള്ളമൊന്നും വേണ്ട കേട്ടോ. ഓൾറെഡി ഈ അരി സ്റ്റീം ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഈ വെള്ളം ആവശ്യത്തിന് വന്നിട്ടുണ്ട്. ഇനി ഇത് സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. പുട്ടുകുറ്റിയിലേക്ക് ആദ്യം തേങ്ങ ഇടണം, അതിനുശേഷം പൊടി ഇട്ടാൽ മതി. ഞാനിത് 2 സ്റ്റെപ്പായിട്ടാണ് ഉണ്ടാക്കുന്നത്. പകുതി ഇട്ടതിന് ശേഷം തേങ്ങ വീണ്ടും ഇട്ട് കൊടുക്കും. അങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടം. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നമുക്ക് ആവശ്യത്തിന് കഴിക്കാനുള്ള പുട്ട് ആ ഒരു ചില്ലിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ആവി വെക്കണം. സാധാരണ നമ്മൾ പുട്ട് വേവിക്കുന്ന സമയം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടുവേ. ആവി വെച്ച് 2 മിനിറ്റ് ഇരിക്കട്ടെ. 2 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പുട്ട് റെഡിയാവും. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുട്ടാണ്. സാധാരണ നമ്മൾ മാവ് കുഴയ്ക്കാനൊന്നും ബുദ്ധിമുട്ടണ്ട. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ പറയണേ. ഇനി എന്നാൽ ആവി വരാൻ വെയിറ്റ് ചെയ്യുക. ആ സമയം കൊണ്ട് ഇതിനെ കൂട്ടി കഴിക്കാൻ വേണ്ടി ഞാനൊരു കടലക്കറിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. വെള്ളക്കടലയാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അറിയാത്തവരൊക്കെ പോയി നോക്കിയാൽ എൻ്റെ ചാനലിൽ കാണാം. ഇപ്പോൾ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവേ. നല്ല ആവി വരുന്ന പുട്ട, അതിൻ്റെ കൂട്ടി കഴിക്കാൻ നല്ലൊരു കടലക്കറിയും.
കടലക്കറി ഇല്ലെങ്കിലും മീൻകറിയുടെ കൂടെയൊക്കെ ആണെങ്കിലും കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു പുട്ടായത്. വെള്ളപ്പുട്ടാവുമ്പോഴത്തേക്ക് ഏത് കറിയുടെയും കൂടെ നമുക്ക് കഴിക്കാം. അത് നല്ല പഞ്ഞി പോലെയായിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പം വേറൊരു പുട്ടും കൂടി ഞാൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഞാൻ അത്രയും അരി കൊണ്ട് 3 പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പുട്ടുകുറ്റി ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് അപ്പച്ചമ്പി വെച്ച് ഒരു സ്റ്റീമറിൽ വെച്ച് ആവി കയറ്റി എടുത്താലും ഇതുപോലത്തെ പുട്ടുണ്ടാക്കി എടുക്കാം. ജസ്റ്റ് നമുക്ക് ചിരട്ട വെച്ചിട്ടാണെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടും കേട്ടോ. അതൊക്കെ ഞാൻ പിന്നീട് ഇടാവേ വീഡിയോ. ഇനിയിപ്പം ഞാൻ ഈ കറിയുടെ കൂടെ ഒന്ന് കഴിച്ച് നോക്കുന്നുണ്ട്. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയാണ് കേട്ടോ. നല്ല രുചിയുണ്ടായിരുന്നു. ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പികളൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ ഞാൻ സ്റ്റീമറിൽ വെച്ചിട്ടും പുട്ടുണ്ടാക്കുന്നുണ്ടായിരുന്നു. അതാകുമ്പോൾ നമുക്ക് വാരി വെച്ചാൽ മതി, ഒന്നുകൂടി എളുപ്പമാണ്. അതിൻ്റെ കൂടെ പഴം കൂട്ടിയിട്ടാണെങ്കിലും നമുക്ക് കഴിക്കാം. ഒന്നുകൂടി സോഫ്റ്റായിട്ട് കിട്ടുമേ സ്റ്റീമറിൽ വെച്ചൊക്കെ വേവിച്ചെടുക്കുമ്പോൾ. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടും കടലക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂടെ പപ്പടമുണ്ട്, അതുപോലെ തന്നെ പഴവും ഉണ്ട് കേട്ടോ. ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടമല്ലേ, അതനുസരിച്ച് കഴിക്കുക കേട്ടോ. ആവിയിലരി സ്റ്റീം ചെയ്തെടുക്കുന്ന പുട്ടിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്തുണ്ടല്ലോ ആ കുഞ്ഞ് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ആക്കിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുവേ. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നല്ല ടേസ്റ്റി ആയിട്ടൊരു ഫുഡായത്. ഇനി ഇതിലും വെറൈറ്റി ആയിട്ടുള്ള വേറൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.